എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ സമ്മാനത്തെക്കുറിച്ച് ഒരു വർത്തമാനമായാലോ? നമ്മുടെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുപോലെ ജലക്ഷാമം, ഊർജ്ജക്ഷാമം, ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വലിയൊരളവ് വരെ പരിഹാരമാകുന്ന ഒരു കണ്ടെത്തലുമായി രംഗത്തെത്തിയ 3 ഗവേഷകർക്കാണ് ഇത്തവണ രസതന്ത്ര നൊബേൽ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്നറിയപ്പെടുന്ന അത്ഭുത തന്മാത്രാ നിർമ്മിതിയാണ് അവർ സാധ്യമാക്കിയത്. സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി, ഈ 3 ഗവേഷകരാണ് ഈ വർഷത്തെ രസതന്ത്ര നൊബേലിന് അർഹരായത്. ഇതിൽ കിറ്റഗാവ ജാപ്പനീസ് ഗവേഷകനും റോബ്സൺ ആസ്ട്രേലിയൻ ഗവേഷകനും യാഗി US ഗവേഷകനുമാണ്. ലോഹ അയോണുകളെ, മെറ്റൽ അയോണുകളെ ആണിക്കല്ലായി നിർത്തിക്കൊണ്ട് ദൈർഘ്യമേറിയ ഓർഗാനിക് സംയുക്തങ്ങൾ കണ്ണികളായി അവയെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഉള്ളിൽ ധാരാളം ഇടങ്ങളുള്ള അത്ഭുത തന്മാത്രാ നിർമ്മിതിയാണ് അവർ സാധ്യമാക്കിയത്. ഈ തന്മാത്രകളുടെ പ്രധാന സവിശേഷത നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ ധാരാളം വലിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഇതിലൂടെ രാസവസ്തുക്കളുടെയും വാതകങ്ങളുടെയും ഒക്കെ വിനിമയം സാധ്യമാവും, അതുപോലെ രാസപ്രവർത്തനങ്ങൾ സാധ്യമാവും, ചിലതിൽ വൈദ്യുത ചാലകതയും സാധ്യമാണ്. 1989 റോബ്സൺ പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകളെ ടെട്രാസയനോ ടെട്രാഫിനൈൽ മീഥെയ്ൻ എന്ന സംയുക്തവുമായി കൂട്ടിയിണക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ 4 കൈകൾ പോലുള്ള നൈട്രൈൽ ഗ്രൂപ്പുകൾ പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഡയമണ്ടിന്റെ ആകൃതിയിൽ എന്നാൽ ഉള്ളിൽ ധാരാളം പൊള്ളയായ ഇടങ്ങളുമുള്ള ഈ ഘടനയുടെ സാധ്യതകൾ അദ്ദേഹം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഇതിന് സ്ഥിരത കുറവായിരുന്നു എന്നൊരു പോരായ്മയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 1970കളിൽ തൻ്റെ സർവകലാശാല ക്ലാസ് റൂമിൽ കുട്ടികളെ ആറ്റം ഘടന പഠിപ്പിക്കുന്നതിനിടയ്ക്ക് മരം കൊണ്ടുള്ള ബോളുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അവയെ മരദണ്ഡുകൾ തന്നെ ഉപയോഗിച്ച് കൂട്ടിയിണക്കി തന്മാത്രാ ഘടനകൾ നിർമ്മിക്കുന്ന പഠന പ്രവർത്തനത്തിനിടെയാണ് ഇത്തരമൊരു നൂതന ആശയം അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിക്കുന്നത്. പിന്നീട് 1992-2003 കാലത്ത് കിറ്റാഗാവയും യാഗിയും തന്മാത്രാ നിർമ്മിതിയിൽ നിരവധി വിസ്മയങ്ങളാണ് തീർത്തത്. ഇവർ സാധ്യമാക്കിയ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ, അതായത് ലോഹ കാർബണിക ഘടനകളുടെ ഉള്ളിലേക്കും പുറത്തേക്കുമൊക്കെ വാതക പ്രവാഹം സാധ്യമാണെന്ന് അവർ തെളിയിച്ചു. അതുപോലെ ഈ ഒരു ആവശ്യത്തിന് നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിയോലൈറ്റുകളേക്കാൾ ഇവ കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്നും അവർ തെളിയിച്ചു. കിറ്റഗാവ വികസിപ്പിച്ചെടുത്ത തന്മാത്രകളിൽ ജലമോ അല്ലെങ്കിൽ മീഥൈനോ നിറയ്ക്കുമ്പോൾ അതിൻ്റെ ആകൃതി മാറും. എന്നാൽ ഇവ പുറത്തേക്ക് പോയി അകം ശൂന്യമാകുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പോലെ ഇത്രയും വഴക്കമുള്ള ഈ അത്ഭുത തന്മാത്രാ നിർമ്മിതികൾ ശാസ്ത്രകൽപ്പിത കഥകളെയും വെല്ലുന്ന സാധ്യതകളിലേക്കാണ് യഥാർത്ഥത്തിൽ വാതിലുകൾ തുറന്നിട്ടത്. യാഗിയാവട്ടെ കുറച്ചുകൂടെ സ്ഥിരതയേറിയ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ സാധ്യമാക്കി. അത് മാത്രമല്ല അതിന് പുതിയ സവിശേഷതകൾ നൽകുകയും ചെയ്തു. ഉദാഹരണത്തിന് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത MO5 എന്നറിയപ്പെടുന്ന ലോഹ കാർബണിക ഘടനയ്ക്ക് അഥവാ ഏതാനും ഗ്രാം എടുത്താൽ തന്നെ അതിനൊരു ഫുട്ബോൾ പിച്ചിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിസ്തൃതി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഗവേഷണങ്ങളുടെ ചുവട് പിടിച്ച് പിന്നീട് അങ്ങോട്ട് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ ആയിരക്കണക്കിന് എണ്ണമാണ് സാധ്യമായത്. ഇപ്പോൾ നമുക്കറിയാം, നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്ത് ഇത്തരം തന്മാത്രാ നിർമ്മിതികളുടെ തന്മാത്രാ ഡിസൈനിങ്ങിന്റെ സാധ്യതകൾ കൂടുതൽ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആഗോള താപനത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരണമായിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് കുരുക്കിയിടാൻ സാധിച്ചാൽ എങ്ങനെയിരിക്കും? ഇത്തരം നൂതന സാധ്യതകളിലേക്ക് കൂടിയാണ് ഇവരുടെ ഗവേഷണം വിരൽ ചൂണ്ടുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഗ്രീൻ ഹൗസ് വാതകങ്ങളെയും അതുപോലെ വിഷവാതകങ്ങളെയും ആഗിരണം ചെയ്ത് കുരുക്കിയിടൽ അല്ലെങ്കിൽ അവയെ ആഗിരണം ചെയ്ത് ഒഴിവാക്കൽ, അതുപോലെ ഹൈഡ്രജൻ സംഭരണം, പിന്നെ വിഷവാതകങ്ങൾ നീക്കൽ, അതുപോലെ ജലത്തിൽ നിന്നും വായുവിൽ നിന്നുമൊക്കെ നമുക്ക് ഹാനികരമായ പദാർത്ഥങ്ങളെ അരിച്ചു നീക്കൽ, പിന്നെ അതുപോലെ ഫലങ്ങളിൽ നിന്ന് എഥിലീൻ വാതകം ആഗിരണം ചെയ്ത് അവയുടെ പഴുക്കലിൻ്റെ കാലാവധി ദീർഘിപ്പിക്കൽ, അതുപോലെ മരുഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പത്തെ ആഗിരണം ചെയ്ത് അവയെ ജലമാക്കി മാറ്റി സംഭരിക്കൽ. ഇങ്ങനെ ഈ വിസ്മയ തന്മാത്രാ ഘടനകൾ തുറന്നിടുന്ന സാധ്യതകൾ നിരവധിയാണ്. ഇനിയും പുതിയ സാധ്യതകൾ തേടിയുള്ള പുതിയ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ ഹരിത പ്രതീക്ഷകൾ നൽകുന്ന തന്മാത്രകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രലോകം. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കും കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.